പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ വീടും ഈ നിതിൻ രാജിന്റെ വീടും ഏതാണ്ട് 2 കിലോമീറ്റർ വ്യത്യാസത്തിലാണ്. നെടുമങ്ങാടും അതോടൊപ്പം തന്നെ ഉഴമലയ്ക്കൽ 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 2 സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. പൂക്കോട് നടന്നത് വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടായ വിദ്യാർത്ഥികളിൽ നിന്നുണ്ടായ ക്രൂരമായ പീഡനവും അതോടൊപ്പം തന്നെ മർദ്ദനവും ഒക്കെ ആണെങ്കിൽ ഇത് അധ്യാപകരിൽ നിന്നുണ്ടായ മർദ്ദനവും പീഡനവുമാണ്. അല്ല, അധ്യാപകരിൽ നിന്നുണ്ടായ പീഡനമാണ്, ജാതീയമായ അതിശയവുമാണ്. നിർഭയം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണം. എന്താണ് ഈ നമ്മുടെ ഇന്റേണൽ മാർക്കിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ മറ്റ് ഉൾപ്പെടെ ഇന്റേണൽ മാർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ നടക്കുന്നത് സുതാര്യമായിട്ടാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് വിശദമായ പഠനം ആവശ്യമാണ്. അത് ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ കൊണ്ടാണോ? അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അതിൽ ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു അന്വേഷണം അനിവാര്യമാണ്. ഏത് തരത്തിലുള്ള അന്വേഷണമാണെന്ന് ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് അനഭിലഷണീയമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് നടക്കാതിരിക്കാൻ വ്യക്തമായ അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ, ജാതീയമായ ആശയവും ഇന്റേണൽ മാർക്കിന്റെ വിഷയം, പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇല്ല, പ്രതിഷേധം വൈകിട്ടില്ല. പ്രതിഷേധം കേരളമൊട്ടാകെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും. പക്ഷെ ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണവും ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധങ്ങൾ തീർച്ചയായും ഉണ്ടാവും. ഇപ്പോൾ പല സംഘടനകളും പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഈ സംഭവം അല്ലെങ്കിൽ ജിതിൻ രാജിന്റെ ഈ ആത്മഹത്യ ഒരു നിസ്സാര സംഭവമായി നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ ആത്മഹത്യ സംഭവത്തിൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല. മാനേജ്മെന്റിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. കാരണം കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇതിനെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ പലപ്പോഴും പല വിവാദങ്ങളും ഉണ്ടായത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കില്ല. അത് തീർച്ചയായും ഇനി ആ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിപ്പുകാരാണ്, അതിൻ്റെ ചരിത്രവും അത് ഇതുവരെ ഉണ്ടായ പശ്ചാത്തലങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പ്രവർത്തിക്കുന്നതാണ്. അല്ല, ഇതിപ്പം ഈ നിതിൻ രാജിന്റെ വിഷയമാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടത്. ബാക്കി ഞാൻ പറയാം. അപ്പൊ ഇത് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല ഇതിനെക്കുറിച്ച്. കാരണം ഈ കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം കേരളത്തിലൊട്ടാകെ ചർച്ച ചെയ്യപ്പെടണം, ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. അതിനുവേണ്ടിയാണ് ഈ പത്രസമ്മേളനം തന്നെ ഞാൻ നടത്താൻ തയ്യാറായത്. അതുകൊണ്ട് ആ വിഷയമാണ് നമുക്കിന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റേ കാര്യങ്ങൾ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, വരാം, നമുക്ക് സംസാരിക്കും. അല്ല, ആ ചോദ്യത്തിന് പ്രസക്തിയിൽ നടപടി എടുത്തേ പറ്റുള്ളല്ലോ. അധികാരത്തിൽ വന്നാലെങ്കിലല്ല, അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം, പ്രഥമ ദൃഷ്ടിയ തന്നെ കാര്യങ്ങൾ മനസ്സിലായ സ്ത്രീക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം പ്രഥമ ദൃഷ്ടിയ ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാവുന്നതാണ്. മാനേജ്മെന്റിനെ ഇവരെ ഡിസ്മിസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അധികാരത്തിൽ വരുമ്പോൾ, ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ വിഷയത്തിൽ UDFന്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പീഡനങ്ങളും അതിക്രമങ്ങളും ഇന്റേണൽ അസസ്മെന്റ്, ഇന്റേണൽ മാർക്കും ന്റെ പേരിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നതിനെതിരായി ശക്തമായ നടപടികൾ ഉണ്ടാവും. അതിന് പ്രത്യേക നിയമം കൊണ്ടുവരുമെന്ന് UDFന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്.
അങ്ങനെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും ഈ വിഷയങ്ങൾക്ക് ഇനി ഒരു വിദ്യാർത്ഥി പോലും ആത്മഹത്യ ചെയ്യാത്ത തരത്തിൽ നിയമം ഉണ്ടാകും എന്ന് UDFന്റെ പ്രകടനപത്രികയിൽ ഉറപ്പ് നൽകുന്നുണ്ട്. അല്ല, കണ്ണൂർ SP-യുടെ ആ ഒരു പ്രസ്താവന ഇപ്പൊ വാദിയെ പ്രതിയാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് പ്രാരംഭത്തിൽ കണ്ണൂർ SP-യുടെ ഭാഗത്തും. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് പലതരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് ഈ പ്രതികളായ എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ഈ നിതിൻ രാജിനെ പലതരത്തിൽ പീഡിപ്പിച്ച, ജാതീയമായി പഴുത്ത പട്ടി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച ആ അധ്യാപകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണോ SP അങ്ങനെ പറഞ്ഞതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.